കിച്ചണൊക്കെ ക്ലീൻ ആക്കി വെച്ച് കിടന്നിട്ട് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ കിട്ടുന്ന ആ ഒരു പോസിറ്റീവ് വൈബ് വേറെ തന്നെയാണല്ലോ അല്ലേ. അപ്പോൾ പറഞ്ഞു വന്നത് അതാണ്, നമ്മൾ എത്ര മടിയാണെങ്കിലും നൈറ്റ് കിച്ചൺ ക്ലീൻ ഒക്കെ ചെയ്ത് കിടക്കുകയാണെങ്കിൽ രാവിലെ വരുമ്പോൾ നമുക്ക് ഒരു പ്രത്യേകതരം ഊർജ്ജമായിരിക്കും കേട്ടോ കിട്ടുന്നത്. അപ്പോൾ ഇതാ ഇന്നിപ്പോൾ രാവിലെ തന്നെ കുക്കിങ് കാര്യങ്ങളും ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം വീട്ടിൽ എല്ലാവരും നോമ്പെടുക്കുന്നതാണ് ഒരു കാര്യത്തിൽ നല്ലത് കേട്ടോ. കാരണം രാവിലത്തെ കുറച്ച് ഒരു തിരക്കും കാര്യങ്ങളും ഇത്തിരി വൈകി എണീക്കൊക്കെ ചെയ്യാമല്ലോ പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പം ഇന്നിപ്പോൾ എനിക്ക് മാത്രമേ നോമ്പുള്ളൂ. മിന്നുവിന് പിന്നെ ഓൾറെഡി ഉണ്ടാവില്ല, എന്നാലും മിന്നുവിന് നമുക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. തലേ ദിവസത്തെ നോമ്പ് തുറ ഐറ്റംസോ അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ കുറച്ച് ചോറ് ഇട്ട് വെച്ചിട്ട് കുറച്ച് കറി എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ സൈഡായിട്ട് അങ്ങനെ കൊടുക്കാം. അപ്പോൾ ഷാനാക്കില്ലാത്ത കാരണം ഇപ്പോൾ രാവിലേക്ക് സ്കൂൾ കൊണ്ടുപോകാനുള്ള ഫുഡും അതേപോലെ രാവിലെ കഴിക്കാനുള്ളതും ഒക്കെ നമ്മൾ റെഡിയാക്കി കൊടുക്കണം. പിന്നെ ആള് കുഴപ്പമില്ല കേട്ടോ, 15 നോമ്പെടുത്തു അൽഹംദുലില്ലാ. പിന്നെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും കൊണ്ട് ഞാൻ തന്നെയാണ് എടുക്കണ്ട പറഞ്ഞത്. ആൾ എഴുന്നേക്കാൻ തയ്യാറായത് തന്നെയാണ് കേട്ടോ. അപ്പം ഞാനാണ് എന്തായാലും വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇന്നിപ്പോൾ എന്തായാലും ഉപ്പുമാവ് ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പം മുളക് പൊട്ടിക്കാനായിട്ട് വന്നപ്പോഴാണ് നമ്മുടെ മുല്ലയിൽ കുറച്ച് മുല്ലയൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിത് പൊട്ടിച്ചിട്ട് വീട്ടിൽ എന്തായാലും തലയിൽ വെക്കാനുള്ള പൂവില്ല, പിന്നെ അത് വേറൊരു തരം മുല്ലയാണല്ലോ, നമ്മുടെ ഉണ്ടമുല്ല എന്നൊക്കെ പറയാം, അതല്ലല്ലോ. അപ്പോൾ അതിങ്ങനെ ഞാനിവിടെ ഹാളിൽ ടേബിളിൽ കൊടുത്തിട്ട് ഇതുപോലെ വെക്കും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഹാളിലൂടെ പാസ് ചെയ്യുമ്പോൾ നല്ല മണവും കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഡെയിലി ഒരു 6-7 എണ്ണം കിട്ടണ പോലെ വിരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന റെസിപ്പി പിന്നെ ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഞാൻ പൊട്ടുകടല അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇടൂല കേട്ടോ. നെയ്യിലാണ് ഉണ്ടാക്കുന്നത് മെയിനായിട്ട്. പിന്നെ അതേപോലെ ഉള്ളിയും പച്ചമുളകും ഒക്കെ വഴറ്റി ഇട്ട് കൊടുത്തിട്ടുണ്ട്, കടുകും. അതിന് ശേഷം ഇതാ കുറച്ച് വെള്ളം പൊങ്ങി നിൽക്കുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ വെള്ളം പൊടി ഇട്ട് കൊടുക്കാറ്. അപ്പോൾ നമുക്ക് 2 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യുമ്പോഴേക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവ് റെഡിയാവും. അപ്പോഴേക്കും ഇതാ ഷാനയും മിന്നൊക്കെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.